ഹായ് സെനിത്ത് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് NCD കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിരുന്നു നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്ത ഡിസീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHIC സെക്കൻഡ് ഇയർ പേപ്പർ 5 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. സെക്കൻഡ് ഇയറിലെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലെ 5ാമത്തെ പേപ്പർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ വേറെ 2 കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു സെറ്റിന്റെ ബാക്കിയായിട്ടാണ്. ഡയബറ്റീസ് മെലിറ്റസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഡയബറ്റീസ് മെലിറ്റസ് ഫസ്റ്റ് എന്തുവാന്ന് നമുക്ക് നോക്കാം. ഡയബറ്റീസ് ഇസ് എ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ഡിസീസ് characterized by a state of chronic hyperglycemia caused by environment and genetic acting jointly. ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ആണ്. അത് ക്രോണിക് ഹൈപ്പർഗ്ലൈസീമിയ, നീണ്ട നാളായിട്ട് ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസിന്റെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ആൽഫ സെൽസ് ഗ്ലൂക്കോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ ബീറ്റ സെൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അതിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിന്റെ പ്രൊഡക്ഷനെ ബാധിക്കും. ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ് ഈ 3 സാധനങ്ങളെയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന, അതിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന മെയിൻ ഹോർമോൺ ആണ് ഇൻസുലിൻ. ആ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നിലയ്ക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഡയബറ്റീസ് മെലിറ്റസ്. നിലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആക്ഷനെ ബാധിക്കുമ്പോഴുള്ള കാര്യമാണ്. ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ് മെറ്റബോളിസം നടക്കാതെ വരും. അങ്ങനെ ഡിഫക്റ്റീവ് പ്രൊഡക്ഷന് കുഴപ്പം വരും. ആക്ഷൻ, അത് ഇൻസുലിൻ ഹോർമോണിന്റെ ആക്ഷനും കുഴപ്പം വരുമ്പോഴാണ് ഡയബറ്റീസ് മെലിറ്റസ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ് മെറ്റബോളിസം ചെയ്യുന്ന മെയിൻ ഹോർമോണാണ് ഇൻസുലിൻ. അതിന് കുഴപ്പം വരുമ്പോഴാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഒന്നീ ആ ഹോർമോൺ കാണത്തില്ല, അല്ലെങ്കിൽ ആ ഹോർമോൺ ചെയ്യാനുള്ള ഹോർമോൺ കാണും, പക്ഷെ റിസപ്റ്റേഴ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഫാക്ടേഴ്സ് മൂലം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റിസപ്റ്റേഴ്സിന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ബ്ലഡിലോട്ട് ഇൻസുലിൻ എന്ന ഹോർമോൺ കയറുള്ളൂ. ഇല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഡെഫക്റ്റ് കാണും. അതുകൊണ്ട് ഇൻസുലിൻ കാണാത്ത സംഭവം ഉണ്ട്. ഇൻസുലിൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സിനുള്ള കുഴപ്പങ്ങൾ കാണും. ഡയബറ്റീസ് മെലിറ്റസ് ഒരു ഐസ്ബർഗ് ഡിസീസ് ആണ്. 3 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് മെയിൻ ആയിട്ട് ഡയബറ്റീസ് മെലിറ്റസിന്. ഒന്ന് എക്സസീവ് ഹങ്കർ, അല്ലെങ്കിൽ പോളിഫാജിയ, അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ ആയിട്ടുള്ള അവസ്ഥ. പിന്നെ യൂറിനേഷൻ, പോളിയൂറിയ, എക്സസീവ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നത്. യൂറിനേഷൻ കൂടുമ്പോഴാണ് ക്ഷീണം ഉണ്ടാകുന്നത്. മനുഷ്യന് വേണ്ട വാട്ടർ കണ്ടന്റും കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഡയബറ്റീസ് മെലിറ്റസ് രോഗികൾ. പിന്നെ എക്സസീവ് തുസ്റ്റ്, ഫ്ലൂയിഡ് ലോസ്, അതന്നെ ഞാൻ പറഞ്ഞത്, യൂറിനേഷനിൽ കൂടെ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവുന്നു, അങ്ങനെ തുസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ പോളിഫാജിയ, എക്സസീവ് ഹങ്കർ ഉണ്ടാവുന്നു. പോളിയൂറിയ, യൂറിനേഷൻ കൂടുന്നു. പോളിഡിസ്റ്റിയ, എക്സസീവ് തുസ്റ്റ്, ക്ഷീണം ഉണ്ടാവുന്നു. ക്രോണിക് ഹൈപ്പർഗ്ലൈസിമിയ ലീഡ്സ് ടു എ നമ്പർ ഓഫ് കോംപ്ലിക്കേഷൻസ് സച്ച് എസ് കാർഡിയോവാസ്കുലർ. ഡയബറ്റീസ് ഹൃദയത്തെ ബാധിക്കും, കാർഡിയോവാസ്കുലറിനെ ബാധിക്കും, റീനൽ കിഡ്നിയെ ബാധിക്കും, ന്യൂറോളജിക്കൽ ബ്രെയിനെ ബാധിക്കും, ഓക്കുലർ കണ്ണിനെ ബാധിക്കും. ആൻഡ് അതേഴ്സ് ലൈക്ക് ഇന്റർകറന്റ് ഇൻഫെക്ഷൻ. ഇന്റർകറന്റ് ഇൻഫെക്ഷൻ എന്തുവാന്ന് വെച്ചാൽ, ഒരു ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ വേറൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കയറി ആ ഒറിജിനൽ ഡിസീസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇന്റർകറന്റ് ഇൻഫെക്ഷൻ. ക്രോണിക് ഹൈപ്പർഗ്ലൈസിമിയ എന്ന കണ്ടീഷനാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് ലീഡ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹൃദയത്തെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ബ്രെയിനെ ബാധിക്കും, കണ്ണ്, ഐ, ഓക്കുലർ, അതാണ് കണ്ണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്റർകറന്റ് ഇൻഫെക്ഷൻ, ഡയബറ്റീസ് ഉണ്ടാകുന്നവർക്ക് പെട്ടെന്ന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കുറയുന്നത് മൂലം വേറെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് ചാടിക്കേറി അത് വോട്സൺ ആവാനുള്ള കാര്യങ്ങൾ, കണ്ടീഷൻസ് കൂടുതലാണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പൊതുവെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അങ്ങനെ വേറെ ഡിസീസുകൾ ചാടിക്കേറി ഇത് ഡയബറ്റീസിന്റെ കാര്യം വോട്സൺ ആക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള മെയിൻ കാരണം. അങ്ങനെ വേറെ വേറെ ഡിസീസുകൾ വന്ന് കയറി കൂടാനുള്ള കാരണം അതുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് കൂടാനും കാരണം. ഹൃദയത്തെയും കണ്ണിനെയും കിഡ്നിയും ഒക്കെ ബാധിക്കാനുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. ഇനി ഡയബറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഡയബറ്റീസ് ഏതൊക്കെ തരത്തിലേക്ക് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡയബറ്റീസ് മെലിറ്റസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഡയബറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്, അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് വിളിക്കും. IDDM എന്ന അബ്രീവിയേഷൻ കണ്ടാൽ നിങ്ങൾ ഫസ്റ്റ് എഴുതുക ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്താൽ മാത്രമേ ആ രോഗികൾക്ക്
ഇൻസുലിൻ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ്. എന്നാൽ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ NIDDM, ചിലപ്പോൾ NIDDM എന്ന അബ്രീവിയേഷൻ എന്നിട്ട് ഇതെന്തുവാന്ന് ചോദിക്കും. അത് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് എഴുതുക. അതിന്റെ വേറൊരു പേരാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് IDDM. എന്നാൽ ഇൻസുലിൻ അവിടെ കാണും, പക്ഷെ എന്തെങ്കിലും ഇൻസുലിന്റെ റിസപ്റ്റേഴ്സിന്റെ തകരാറ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസുലിൻ അല്ല അവിടെ കാണും, വേറെ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതാണ് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അവിടെ ഇൻസുലിൻ കാണും, ഇൻസുലിൻ എന്ന ഹോർമോൺ അവിടെ കാണും, പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ എന്ന് പറഞ്ഞ സംഭവം കാണത്തില്ല. ടൈപ്പ് 2 ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസിനെ കാട്ടിലും വ്യത്യസ്തത ഉള്ളത് ഇൻസുലിൻ കാണത്തില്ല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻസുലിൻ കാണും, ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ കാണത്തില്ല. ഇനി അടുത്ത ടൈപ്പ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ് ഓർ MRDM. ഇത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ് ആണ്. മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ്, മാൽന്യൂട്രീഷൻ കൊണ്ടും ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. ഇനി അതർ ടൈപ്സ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് നമ്മൾ നോക്കുന്നത്. പാങ്ക്രിയാറ്റിക് ഡയബറ്റീസ് മെലിറ്റസ്, സെക്കൻഡറി ടു പാങ്ക്രിയാറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പാങ്ക്രിയാസിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസീസുകൾ ഉണ്ടാകുമ്പോൾ ആൽഫ സെൽസ് ബീറ്റാ സെൽസ് കറക്റ്റ് ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവും. ഹോർമോണൽ എലവേഷൻ കൊണ്ടും ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ആൽഫ സെൽസ് ബീറ്റാ സെൽസ് തമ്മിലുള്ള കോർഡിനേഷൻ തകരും, അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവും. ജനറ്റിക് മ്യൂട്ടേഷൻ, സെൽസ് ആൽഫ സെൽസ് ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ബീറ്റാ സെൽസിന് മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഡയബറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസും കൊണ്ടും ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള മേജർ ഓരോ കോസുകളാണ് ഈ അതർ ടൈപ്സ് മെയിൻ ആയിട്ട് പറയുന്നത്. പാങ്ക്രിയാസ് റിലേറ്റഡ് ഡയബറ്റീസ് ഉണ്ടാവാം, ഹോർമോണൽ എലവേഷൻ കൊണ്ട് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്ത് ആൽഫ സെൽസ് ബീറ്റാ സെൽസ് തമ്മിലുള്ള കോമ്പിനേഷൻ ആ സന്തുലിത അവസ്ഥയെ തകരുന്ന വിധത്തിൽ അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവും. ജനറ്റിക് റിലേറ്റഡ്, ജീൻ റിലേറ്റഡ് എന്തെങ്കിലും മ്യൂട്ടേഷൻ വരുമ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. അത് പുറമേ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ജീൻ മ്യൂട്ടേഷൻ വരുന്നത്, അല്ലാതെ മ്യൂട്ടേഷൻ സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസും കൊണ്ടും ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. ഇതാണ് ഡയബറ്റീസ് മെലിറ്റസിന്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ഡയബറ്റീസ് എന്ന കണ്ടീഷന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് ഡയബറ്റീസ് മെലിറ്റസ് കൂടാതെ വേറെ രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് ഡയബറ്റീസ് മെലിറ്റസിന്റെ ഓരോ സബ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇനി ഡയബറ്റീസ് മെലിറ്റസ് അല്ലാതെ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ഗ്ലൂക്കോസിന്റെ ഇംപെയർഡ് ടോളറൻസ് അതെന്ന് വെച്ചാൽ അറ്റ് റിസ്ക് ഗ്രൂപ്പ് ആണത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ്, പ്രഗ്നൻസി കൊണ്ടുണ്ടാകുന്ന ഡയബറ്റീസ് മെലിറ്റസ്, അത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത് ഡയബറ്റീസിലും നോർമാലിറ്റിയിലും ഇടയ്ക്ക് നിൽക്കുന്ന അവർക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. അത് ഡയബറ്റീസിലേക്ക് പോവാം, ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോവാം. അതിന് നടുക്കിരിക്കുന്ന ഒരു സംഭവമാണ് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് വേറൊരു ക്ലാസിഫിക്കേഷൻ, അത് പ്രഗ്നന്റ് ലേഡീസിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് ആ പേരിടാൻ കാരണം. ഇനി നമുക്ക് ഓരോ ഡയബറ്റീസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് IDDM ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. IDDM ആണ് സിവിയർ ഫോം, മോസ്റ്റ് സിവിയർ ഫോം. ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് മോസ്റ്റ് സിവിയർ ഫോം, കാരണം ഇൻസുലിൻ കാണത്തില്ല, അതുകൊണ്ടാണ് മോസ്റ്റ് സിവിയർ ഫോം. പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഇൻസുലിൻ കാണത്തില്ല, അതുകൊണ്ട് ബ്ലഡിന്റെ റിസപ്റ്റേഴ്സ് അതിന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ആ ഹോർമോൺ കാണാത്തതുകൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് വൺ സെറ്റ് റാപ്പിഡ് തന്നെയായിരിക്കും, ഇൻസുലിൻ കാണാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്തില്ലെങ്കിൽ ഡെത്ത് വരെ കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഡെത്ത് കോസ് ചെയ്യും. ഇത് പൊതുവെ കാണുന്നത് 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണ് പൊതുവെ കാണുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് 10 to 14 വയസ്സ് വരെയാണ്. പൊതുവെ കാണുന്നത് 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിലും 10 to 14 വയസ്സുള്ള ആൾക്കാരാണ് ഹയസ്റ്റ് ഒക്കറൻസ്. ഏറ്റവും കൂടുതൽ ഒക്കറൻസ് ഉണ്ടാകുന്ന ചിൽഡ്രനിൽ തന്നെയാണ്. പൊതുവെ കാണുന്നെങ്കിലും 10 to 14 വയസ്സാണ് ഏറ്റവും കൂടുതൽ ഒക്കറൻസ് ഉണ്ടാകുന്ന കാരണങ്ങൾ കൂടുതൽ. ഹയസ്റ്റ് ഒക്കറൻസ് ഉണ്ടാകുന്നത് 10 to 14 ഇയേഴ്സിനാണ്. ഇത് ഇമ്മ്യൂൺ മീഡിയേറ്റ് ആണ് 90%. ഞാൻ പറഞ്ഞ പോലെ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് 90% കേസസ് IDDM ഉണ്ടാകുന്നത്. പിന്നെ ഐഡിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ എന്തോ റീസൺ നമുക്ക് അറിഞ്ഞൂടാ, ഡോക്ടറിന് പോലും ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ 10% കേസസ്. കോസ് ഓഫ് ഡിസീസ് അൺനോൺ. ഐഡിയോപ്പതിക്കാണ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ IDDM ഉണ്ടായി, ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എങ്ങനെ ഉണ്ടായി എന്ന കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. 90% കേസസിലും ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആണ്, ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആണ്, ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്.
പക്ഷെ ഐഡിയോപ്പതിക് ആയിട്ടാണ് ഡിസീസ് കോസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് 10% ഉണ്ടാകുന്നത്. പിന്നെ IDDM ചിലവർക്ക് ചില ഇൻഡിവിജ്വൽസിന് അത് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും. റേറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നശിക്കപ്പെടുന്ന പോലെ റേറ്റ്. പാൻക്രിയാറ്റിക് ബീറ്റാ സെൽ നശിച്ചു പോകുന്ന റേറ്റ് ചിലവരിൽ കൂടുതലായിരിക്കും, ചിലവരിൽ കുറവായിരിക്കും. പാൻക്രിയാറ്റിക് ബീറ്റാ സെൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണല്ലോ ഇൻസുലിൻ. ഇൻസുലിൻ ഇല്ലാത്തപ്പോൾ ബോഡി സ്വന്തമായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാകാൻ ചാൻസസ് ഇവരിൽ കൂടുതലാണ്. അങ്ങനെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ്, നമുക്ക് ആവശ്യമുള്ള ബീറ്റാ സെൽസ് അങ്ങ് നശിച്ചു പോകും. പിന്നെ അവിടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണേ ഉണ്ടാകത്തില്ല ഭാവിയിൽ. അത് നമ്മൾ ട്രീറ്റ് ചെയ്താൽ പോലും ഉണ്ടാകാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള രോഗികളാണ് നമ്മൾ മെയിനായിട്ട് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്, പുറമേ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് ചിലവരിൽ റാപ്പിഡ് ആയിരിക്കും, ബീറ്റാ സെൽ നശിച്ചു പോകുന്ന റേറ്റ് റാപ്പിഡ് ആയിരിക്കും, ചിലവരിൽ കുറവായിരിക്കും, സ്ലോ ആയിരിക്കും. പതുക്കെ പതുക്കെ ഡിസ്ട്രക്ട് ചെയ്ത് പോകത്തുള്ളൂ. ഇത് കീറ്റോസിസ്. ഇങ്ങനെ ബീറ്റാ സെൽ ഡിസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കീറ്റോസിസ് എന്ന കണ്ടീഷൻ, കീറ്റോൺ ബോഡീസ് യൂറിന് കാണാനുള്ള കണ്ടീഷൻ കാണുന്നത്. എന്ന് വെച്ചാൽ പ്രോട്ടീൻ നശിച്ചു പോവുകയാണ്, നമുക്ക് വേണ്ടപ്പെട്ട സാധനം യൂറിനിൽ കൂടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് അൺട്രീറ്റഡ് സ്റ്റേറ്റിലാണ്. ഇത് ഡെത്ത് കോസ് ചെയ്യാവുന്ന ഒരു സമയം, അതിന്റെ ഒരു വാർണിംഗ് സൈൻ വേണമെങ്കിൽ പറയാം കീറ്റോസിസ്. അത് അൺട്രീറ്റഡ് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ്. പിന്നെ കീറ്റോസിസ്, ഇവർക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യമാണ് കീറ്റോസിസ്. ഇവരുടെ കീറ്റോൺ ബോഡീസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, യൂറിൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, IDDM ആണെന്ന് ഉറപ്പിക്കാം. ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ആബ്സെന്റ് ആണ്. ഇൻസുലിൻ കാണത്തില്ല, പ്ലാസ്മ ഗ്ലൂക്കോൺ, പക്ഷെ ഗ്ലൂക്കോൺ കാണും. ആൽഫ സെൽസ് കുറെ ഗ്ലൂക്കോൺ അങ്ങ് റിലീസ് ചെയ്യും. ഇൻസുലിൻ കാണാത്തപ്പോൾ ഗ്ലൂക്കോൺ റിലീസ് ചെയ്യും. ഇൻസുലിൻ കൂടുമ്പോൾ ഗ്ലൂക്കോൺ കുറയണം, ഗ്ലൂക്കോൺ കൂടുമ്പോൾ ഇൻസുലിൻ കുറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ഉള്ള രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിൻ ഗ്ലൂക്കോൺ. ഗ്ലൂക്കോസിനെ പ്ലാസ്മ ഗ്ലൂക്കോൺ ലെവൽ ഇലവേറ്റ് ആയിരിക്കും. ഇൻസുലിൻ കുറയുമ്പോൾ ഗ്ലൂക്കോൺ അതിനനുസരിച്ച് കൂടും, ഇൻസുലിൻ കൂടുമ്പോൾ ഗ്ലൂക്കോൺ അതിനനുസരിച്ച് കുറയും. അതാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ. അങ്ങനെയാണ് നമ്മുടെ ഈ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇവർ തമ്മിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻസുലിൻ കൂടുമ്പോൾ ഗ്ലൂക്കോൺ കുറയും, ഇൻസുലിൻ കുറയുമ്പോൾ ഗ്ലൂക്കോൺ ലെവൽ കൂടും. സ്വാഭാവികമായിട്ടും ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ കാണത്തില്ല, അതുകൊണ്ട് ഗ്ലൂക്കോൺ ലെവൽ കൂടും. അങ്ങനത്തെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസിന് ഈ ഇൻസുലിനോജനിക് സ്റ്റിമുലേറ്റ് റെസ്പോണ്ട് ചെയ്യാൻ ഫെയിൽ ചെയ്യും. അത് വെച്ചാൽ ഇൻസുലിനോജനിക് സ്റ്റിമുലേറ്റ് അവിടെ ഉണ്ടാകത്തില്ല. അവിടെ ഉണ്ടാവണമെങ്കിൽ ഇൻസുലിൻ കാണണ്ടേ, ഇൻസുലിൻ ഇല്ലാത്തപ്പോൾ പിന്നെ എങ്ങനെ അതിന്റെ സ്റ്റിമുലേ ഉണ്ടാവാന്? അതുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ആബ്സെന്റ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം. ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് നോക്കി കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ടൈപ്പ് 2 ഡയബറ്റീസ് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ആബ്സെന്റ് ആണ്, പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് അതല്ല വരുന്നത്. അത് ഗ്രാജുവലി വൺസെറ്റ് ആയിരിക്കും. മറ്റേതും റാപ്പിഡ് വൺസെറ്റ് തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസിലും വരുന്നത്. ചിലവരിലാണ് റാപ്പിഡ്, ചിലവരിൽ സ്ലോ ആവാം. അത് ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ ആണ്. അതും വൺസെറ്റ് റാപ്പിഡ് തന്നെയാണ്. IDDMന്റെയും ടൈപ്പ് 2 ഡയബറ്റീസ് NIDDMന്റെയും വൺസെറ്റ് റാപ്പിഡ് ആണ്, ഗ്രാജുവലി വൺസെറ്റ് ആണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് വരും, പക്ഷെ അത് കുറച്ച് പതുക്കെ വരത്തുള്ളൂ. ആദ്യം ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണും ടൈപ്പ് 2 ഡയബറ്റീസിന്, പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസിന് അത്ര ഒരു ഗ്യാപ്പ് കാണത്തില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് മെയിനായിട്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് മച്ച് മോർ കോമൺ ആണ്, ടൈപ്പ് 1 ഡയബറ്റീസിനെക്കാട്ടും കോമൺ ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഗ്രാജുവലി ആയിട്ടായിരിക്കും അത് വരുന്നത്, പതുക്കെ പിന്നെ അങ്ങ് റാപ്പിഡാവും. അത് മിഡിൽ ഏജ്ഡ് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നുള്ളൂ, അല്ലാതെ കുട്ടികൾക്കൊന്നും മെയിൻ ആയിട്ട് ഈ IDDM പോലെ NIDDM വരൂല. അത് പെട്ടെന്ന് അല്ല, ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ, സ്ലോ ടു കീറ്റോസിസ്. ഞാൻ പറഞ്ഞില്ലേ, ആ ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇൻസുലിൻ കാണും, കുറച്ച് കാണും. അതുകൊണ്ട് അത് അഡിക്വേറ്റ്ലി ട്രീറ്റ് ചെയ്ത സർവൈവൽ റേറ്റും കൂടുതലാണ്. മറ്റേത് പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്തേണ്ടി വരും. പക്ഷെ ഈ കേസുകളിൽ ഇൻസുലിൻ ഉള്ളത് കൊണ്ട് ആ ഫാക്ടറിനെ നമ്മൾ എന്തോ വെച്ചാൽ അത് ട്രീറ്റ് ചെയ്താൽ മതി. ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻസുലിൻ റിസപ്റ്റേഴ്സിനായിരിക്കും അഭാവം വരുന്നത്, ഇൻസുലിൻ റിസപ്റ്റ് ചെയ്യാൻ ആൾക്കാർ കാണത്തില്ല. അതിന്റെ അഭാവം മൂലം കൊണ്ടായിരിക്കും കുഴപ്പങ്ങൾ വരുന്നത്. അതുകൊണ്ടായിരിക്കും പ്ലാസ്മ ഗ്ലൂക്കോൺ ലെവൽ ഇലവേറ്റ് ചെയ്യുന്നത്, ഇൻസുലിന്റെ ലെവലും കുറയുന്നത്. അത് അഡിക്വേറ്റ്ലി ട്രീറ്റ് ചെയ്ത ആ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ആവാൻ തുടങ്ങുകയും ചെയ്യും, ബ്ലഡിലേക്ക് ഇൻസുലിൻ ഇറക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്ത ലോങ് സർവൈവൽ റേറ്റ് ആണ്. അത് കീറ്റോസിലേക്ക് സ്ലോ ആണ്, ഇൻസുലിൻ ഇല്ലാത്ത ഡെഫിഷ്യൻസിലേക്ക് സ്ലോ ആണ്. പതുക്കെ അത് ഇൻസുലിൻ ഇല്ലാത്ത കണ്ടീഷനിലേക്ക് പോകത്തുള്ളൂ. ആദ്യമൊക്കെ ഇത് ഒക്കർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ കാണും. എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കോംപ്ലിക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ബ്രെയിൻ ആയിട്ട് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് സുഖമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇൻസുലിന്റെ കണ്ടന്റ് പിന്നെയും കുറയാൻ ചാൻസസ് കൂടുതലാണ്. അവർക്ക് ഇൻസുലിൻ കാണും, പക്ഷെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡയബറ്റീസ് ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ആണ്. പ്രഗ്നൻസി കൊണ്ടുണ്ടാകുന്ന ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അത് ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ഗ്ലൂക്കോസിൽ ബ്ലഡ് ലെവൽ കൂടുമ്പോഴാണ് നമ്മുടെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോഴാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോഴാണ് ഹൈപ്പർഗ്ലൈസീമിയ. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഹൈപ്പർഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ അത്രയും ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ഗ്ലൂക്കോസ് ലെവൽ വരില്ല കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കർ ചെയ്യുന്ന ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നല്ല വാല്യൂ കൂടുതലായിരിക്കും. ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ നന്നായിട്ട് കൂടുതലായിരിക്കും. പക്ഷേ ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ആ സംഭവം ഉണ്ടാവാറില്ല. ഈ ടൈപ്പ് ഓഫ് ഡയബറ്റീസിന് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ, ഡെലിവറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇവരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നല്ല കെയറും കൊടുക്കേണ്ട ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ ചിൽഡ്രനും, അവർക്ക് വരാൻ പോകുന്ന ചിൽഡ്രനും, അവർക്കും പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടായ കേസസ് പിന്നെയും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്ന ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ കെയർ തന്നെ ആവശ്യമാണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കെയർ ആവശ്യമാണ്. ഇനി നമ്മൾ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അടുത്ത ടൈപ്പ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലയോ. രണ്ടാമത്തെ സംഭവം ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് നേരത്തെ വന്നില്ലയോ. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ ഡെഫിനിഷൻ അതുപോലെ വൺ വേർഡ് ചോദിക്കും. ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഇന്റർമീഡിയറ്റ് റിസ്ക് ഗ്രൂപ്പ് ആണ്. ഡയബറ്റീസ് മെലിറ്റസും നോർമാലിറ്റിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. നോർമൽ വാല്യൂ കാണും, ഡയബറ്റിക് വാല്യൂ കാണും. അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് വരുന്നത്. അവർക്ക് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്താൽ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് തന്നെ കൊടുത്താലേ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡയബറ്റീസ് കണ്ടീഷനിലൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ആയ കക്ഷികളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതങ്ങനെ തന്നെ പഠിക്കുക, അല്ലെങ്കിൽ മറന്നു പോകാനും ചാൻസസ് കൂടുതലാണ്. ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് അതൊരു സ്റ്റേറ്റ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് നോർമാലിറ്റി അതിന്റെ നടുക്കിരിക്കുന്ന ആൾക്കാണ് ഈ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഇതിൽ വരുന്നത്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള കണ്ടീഷൻ ഉണ്ട്, നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതിന്റെ നടുക്ക് വരുന്ന ഒരു ബോർഡർ ലൈൻ വരുന്ന ആൾക്കാരാണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് വിഭാഗത്തിൽ പെടുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് തന്നെ വേണം. പിന്നെ വേൾഡ് ഡയബറ്റീസ് ഡേ എല്ലാവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടേക്കാണ്. വേൾഡ് ഡയബറ്റീസ് ഡേ 14 നവംബർ, ശിശുദിനത്തിന്റെ അന്ന് തന്നെയാണ് ഈ വേൾഡ് ഡയബറ്റീസ് ഡേ. അത് പെട്ടെന്ന് ഓർക്കാനുള്ള ഒരു ടിപ്പാണ്. ശിശുദിനത്തിന് അന്ന് തന്നെയാണ് വേൾഡ് ഡയബറ്റീസ് ഡേ. രണ്ടും ഒരു ദിവസം തന്നെയാണ്.